ജയപ്രസാദ് സാർ, ചൈന അങ്ങയുടെ സ്പെഷ്യലൈസേഷൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയത്. നമുക്ക് എന്നും തലവേദനയായിരുന്നത് പാകിസ്ഥാനെ എത്ര നിസ്സാരമായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമ്മൾ ഏറ്റവും ഒടുവിൽ പോലും കാണിച്ചു തന്നു. ചൈനയുടെ സഹായമുള്ള പാകിസ്ഥാൻ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പാകിസ്ഥാൻ അവിടെ നിൽക്കുമ്പോൾ ചൈന ശത്രുപക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരു വലിയ വെല്ലുവിളി. 3, ചൈന നിരന്തരം പാകിസ്ഥാനുമായി സഖ്യമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല വളരെ സജീവമായി പാകിസ്ഥാനിൽ ഉള്ളിലൂടെ കടന്നു ചെന്ന് ബെൽറ്റ് റോഡ്, ഏറ്റവും ഒടുവിൽ ഈ ഒരു പോർട്ട് തന്നെ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന ഭാരതത്തിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇന്നത്തെ പാകിസ്ഥാനുമായി ഇത്ര ചേർന്ന് നിൽക്കുമ്പോൾ ഇതെങ്ങനെ ഭാരതം കൈകാര്യം ചെയ്യും? നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പറയുക ആൾ വെതർ ഫ്രണ്ട്ഷിപ്പ് ആണ് പറയുക. ആ തരത്തിൽ വളരെ സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങളാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പോഴും അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, നമ്മൾ ഈ ഒരു 3 രാജ്യങ്ങളെടുക്കുക. പാകിസ്ഥാനും ഇന്ത്യയും ആയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാനെ പിന്തുണച്ച 2 രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമേരിക്ക നമ്മുടെ സൗഹൃദത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ ചരിത്രവും മറക്കാൻ പാടില്ല, ചൈനയുടെ ചരിത്രവും മറക്കാനും പാടില്ല. മാത്രമല്ല ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിന്ന് ഏതാണ്ട് 5000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം പാകിസ്ഥാൻ 1963 ചൈനയ്ക്ക് കൊടുക്കുകയാണ്. അതിലൂടെയാണ് ആദ്യം കാരക്കോറം ഹൈവേ എന്നുള്ള ഇൻ്റർനാഷണൽ ലെവലിലെ ട്രേഡ് റൂട്ട് വരിക. അത് പിന്നീട് ഇപ്പം ബ്രിക്സ് ഇതിൻ്റെ ഭാഗമായി, നമ്മൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി മാറി. ആ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യ താല്പര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങളോടുള്ള ബന്ധത്തിനെ ആശ്രയിച്ചിട്ടല്ല. നമ്മൾ എന്തുകൊണ്ട് ചൈനയുമായിട്ട് അടുക്കുന്നത്, നമ്മളുടെ ഒരു പോളിസി തന്നെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ്. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ സൗത്ത് ഏഷ്യയിലെ എല്ലാ നെയ്ബറിങ് രാജ്യങ്ങളെയും ക്ഷണിക്കുകയുണ്ടായി. നമ്മൾ വളരെയധികം സൗഹൃദത്തിൻ്റെ ഒരു സന്ദേശമാണ് എല്ലാ രാജ്യങ്ങളും കൊടുത്തത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ ജന്മദിനത്തിന് സമ്മാനം കൊടുത്ത് നമ്മുടെ വരുന്ന വഴിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങി സമ്മാനം കൊടുക്കുക വരെ ചെയ്തു. ആ തരത്തിൽ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു കരമാണ് പാകിസ്ഥാനോടും ചൈനയോടും നീട്ടിയത്. പക്ഷേ വഞ്ചനാപരമായ നിലപാട് അവിടെ നിന്നാണ് വന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മളെ തളരുന്ന ഒരു നയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല എല്ലാ കാലത്തും ഇപ്പോൾ അമേരിക്കയുടെ നോൺ നാറ്റോ അംഗരാജ്യങ്ങളിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അവസരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം പാകിസ്ഥാൻ്റെ സേനാ തലവനെ ആദ്യം ക്ഷണിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യക്കെതിരായ ഭീഷണി മുഴക്കുന്നതെന്ന് ഓർക്കണം. ആ തരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കയും ചൈനയും നമ്മൾ രണ്ടായി കണ്ട രണ്ടും ഒന്നായി തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കരുതലോടെ മാത്രമാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യവും ലോക സമാധാനവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലോകത്തിൻ്റെ ആധിപത്യം അംഗീകരിക്കുന്നവർ അതിനുവേണ്ടി നിൽക്കുന്ന രാജ്യമില്ല. നമുക്ക് ആരോടും മത്സരിക്കാനില്ല. നമ്മുടെ ഒരു വലിയ ലോകത്തിലെ വലിയൊരു സാംസ്കാരികമായ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ ആ തരത്തിൽ നിന്ന് ലോകം അംഗീകരിച്ചു. നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകൾ അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ ചർച്ചകളിലും നരേന്ദ്രമോദിയുടെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഒരു വില്ലനായി അദ്ദേഹത്തിന് പ്രതിഷ്ഠിക്കേണ്ടി വന്നത്? അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അവിവേകവും ഈ അവസരത്തിൽ ചൈനയുടെ വിവേകവും നമുക്ക് കാണാം. കാരണം ചൈന അവസരം പെട്ടെന്ന് മുതലാക്കിയില്ല. വളരെ നേരത്തെ തന്നെ ചൈന ഒരു തിരുത്തലിൻ്റെ പാതയിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം ചൈനയും റഷ്യയും ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് അമേരിക്ക ഒരു കാലഘട്ടത്തിൽ മുന്നിലേക്ക് കുതിച്ചിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഉക്രൈൻ വാറിന് ശേഷം റഷ്യയ്ക്കുണ്ടായ ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ചൈനയുടെ വിഷയം. അപ്പം ഇൻഡോ പസഫിക്കിൽ ചൈന നിരന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം ക്വാഡിനെ ശാക്തീകരിക്കണം എന്നുള്ള തരത്തിലേക്ക് വരികയും ഇന്ത്യ അതിനോട് കൂടുതൽ മമത കാണിക്കുകയും ചെയ്തത് നമ്മൾ ഗാൽവാൻ ഇഷ്യൂവിന് ശേഷമാണ്. അപ്പോൾ ആ തരത്തിൽ വന്ന ഒരു ലോക സാഹചര്യത്തിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കൂ, റഷ്യയ്ക്ക് വീണ്ടും ഒരു പുതിയ ഉണർവുണ്ടാകുകയാണ്. അപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും തമ്മിലുള്ള മീറ്റിങ്ങിന് ശേഷം ഇപ്പോൾ SCOയിലൂടെ വീണ്ടും പുടിൻ മുമ്പിലേക്ക് വരികയാണ്. ചൈനയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം
അമേരിക്കയുടെ ഈ 50% ചുങ്കം 25% പിഴയാക്കി ചുമത്തിയ ചുങ്കം നമ്മളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല, ചില പ്രശ്നങ്ങളുണ്ടാക്കും. അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് കഴിഞ്ഞ ദിവസം കിറ്റക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറുടെ ഇതാണ്. അദ്ദേഹം ഈ പ്രതിസന്ധിയെ എങ്ങനെ അവസരമാക്കാം, ഈ പ്രശ്നം അദ്ദേഹം അവസാനം ട്രംപിന് നന്ദി പറയാണ്. കാരണം ഇന്ത്യക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവസരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് താൽക്കാലികമായ ചില പ്രശ്നങ്ങളുണ്ടാകും. അത് ഗവൺമെൻറ് നമുക്കറിയാമല്ലോ, ഈ കോവിഡാനന്തര ലോകക്രമത്തിൽ സമ്പദ് വ്യവസ്ഥയെ ഇത്രയും സുസ്ഥിരമായ മറ്റൊരു ലോകവും വേറെ ഒരു ലോകരാജ്യവുമില്ല. മാത്രമല്ല നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് അത്രയധികം ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല ചൈനയെ പോലെ. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ഒരു ശക്തമായ ഒരു എക്കോണമി, വളരെ ശാന്തമായി വളരെ ഒരു സ്റ്റേബിളായിട്ടാണ് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ലോക വ്യവസ്ഥയെ പ്രതീക്ഷിക്കുന്ന ഇന്ത്യ പാകിസ്ഥാനോടുള്ള നിലപാട് നമ്മളുടെ നയങ്ങൾക്കൊരിക്കലും ഒരു തടസ്സമേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയെയും ചൈനയോടുമുള്ള നമ്മുടെ നിലപാടുകളെല്ലാം തന്നെ കരുതലോടെ ആയിരിക്കും. നമ്മുടെ രാജ്യത്തെ താല്പര്യത്തിന് ഈ രാജ്യങ്ങൾ എതിരായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എതിരായി നിൽക്കും. അല്ലെങ്കിൽ നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം സമാധാനമാണ്, സൗഹൃദമാണ്. അതോടൊപ്പം തന്നെയാണ് അയൽ രാജ്യങ്ങളുമായി എല്ലാ കാലഘട്ടത്തിലും വളരെ നല്ല ബന്ധം വേണമെന്നുള്ള ഡിക്ലെയർഡ് പോളിസിയാണ് നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൻ്റെ കാതലായ വശമെന്ന് പറയുന്നത്. റൈറ്റ്.